ഹലോ, ഗുഡ് മോർണിംഗ്. രാധാസ് ഫാമിലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ 22/5/25 കഥയാണ്. പത്രമാറ്റിൻ്റെ കഥ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, അബി പറഞ്ഞെടുത്ത പ്രകാരം എല്ലാം സെറ്റിലാക്കുകയാണ്. അബിയുടെ കുട്ടിയാന്ന് പറയാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ പോണത് കേട്ടോ. അപ്പോൾ വീട്ടിൽ ദേവയാനിയും ജലജിയും മുത്തശ്ശിയൊക്കെ കൂടി ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ നയന ചായയും കൊണ്ട് വരികയാണ്. ചായ കൊടുന്ന് കൊടുക്കുകയാണ് കേട്ടോ. അവർക്ക് ഓരോരുത്തർക്കും ചായ കൊടുക്കുക. അപ്പോൾ ജലജ ചോദിക്കുകയാണ്, ഇത് ധൈര്യമായിട്ട് കുടിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കും. അപ്പോൾ നയന എടുത്തൊഴിക്കുക അറിയും, വേണമെങ്കിൽ കുടിച്ചാൽ മതി, നിർബന്ധമല്ല എന്ന്. അപ്പോൾ കേട്ടോ എടുത്തി പറയുന്നുണ്ട് എന്നറിയും. അപ്പോൾ ദേവയാനി ചിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ദേവയാനി പറയും, പിന്നെ ഈ കാര്യം ശരി, നീ ചായ ഉണ്ടാക്കിയതൊക്കെ കൊള്ളാം, നീ അടുക്കളയിലൊന്നും കാരണം ഞാൻ തന്നെ കയറിക്കോളാം, നീ ഉണ്ടാക്കാനൊന്നും മെനക്കെടണ്ട, ഭക്ഷണം ഉണ്ടാക്കാനൊന്നും മെനക്കെടണ്ട അറിയുമ്പോൾ അതിനെങ്ങനെ ദേവയാനിയെ നോക്കിയിട്ട് ഇങ്ങനെ തലയിട്ടു കേട്ടോ. അപ്പോൾ പറയും, മുത്തശ്ശി ഈ അച്ഛനും ആദർശേട്ടനൊക്കെ കൂടെ എങ്ങോട്ട് പോയതാ എന്ന് പറയും. അപ്പോൾ അറിയാം, എനിക്കറിയില്ല, എന്നോടൊന്നും പറഞ്ഞില്ല എന്നറിയാം. അപ്പോൾ ആദർശേട്ടനെ ഫോൺ വിളിക്കുകയായിരുന്നു മുത്തശ്ശൻ. എന്നിട്ട് അവിടുന്ന് പെട്ടെന്ന് പോന്നു. പിന്നെ എങ്ങടെ പോയെന്നറിയില്ല. ഞാൻ ആദർശേട്ടന് വല്ല വയ്യാഴിക്ക് എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചോദിക്കുക. മറ്റേ മുത്തശ്ശനെ. അപ്പോൾ ജലജ അറിയാം, അച്ഛനെന്തെങ്കിലും അസുഖം ഉണ്ടോ അമ്മേ, അതുകൊണ്ടാണോ ആശുപത്രിയിലെങ്ങാനും പോയതാണോ എന്നറിയും. അപ്പോൾ മുത്തശ്ശി അറിയും, എനിക്ക് അച്ഛനിപ്പോൾ അത്ര വലിയ അസുഖങ്ങളൊന്നുമില്ല, പക്ഷെ എന്തിനാ പോയതെന്ന് പറഞ്ഞില്ല, എങ്ങനെയെങ്കിലും പോകണമെങ്കിൽ ഒന്ന് പറഞ്ഞിട്ട് പോകേണ്ടതാണ്, ഇതിപ്പോൾ എന്താ പറ്റിയറിയില്ല എന്നൊക്കെ ഇങ്ങനെ പറയും മുത്തശ്ശി കേട്ടോ. അങ്ങനെ അവരിരുന്ന് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇവർ പുറക്കാറ് വരുന്നത്. വന്നല്ലോ എന്നറിയാം. അപ്പോഴേക്കും ആദ്യം മുത്തശ്ശൻ ഇറങ്ങും, പിന്നെ ആദർശം ഇറങ്ങും, അതിന് പിന്നാലെ അബി കുട്ടീനെയും കൊണ്ട് ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ കുട്ടീൻ്റെ അടുത്ത് ഇവർ എന്ത് ചെയ്യണമെന്ന് അറിയേണ്ട മൂന്ന് പേര് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ കുട്ടി കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് അബി പറഞ്ഞു കൊടുക്കുകയാണ് കുട്ടിക്ക്, ഞാനാണ് മോളുടെ അച്ഛൻ, ഞാൻ പറഞ്ഞതൊക്കെ മോൾക്ക് ഓർമ്മയില്ലേ, ഞാനാണ് മോളുടെ അച്ഛൻ, അത് വലിയച്ഛനാണ് എന്ന് പറഞ്ഞ് പഠിപ്പിക്കുകയാണ് കുട്ടിക്ക്. അപ്പോൾ കുട്ടി എന്നറിയാം, മറക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടുന്ന് പോരുകയാണ്. മൂന്ന് പേരും കൂടെ പോരുകയാണ് കേട്ടോ പുറത്തേക്ക്. വീട്ടിലേക്ക് കയറി വരികയാണ്. അപ്പോൾ വീട്ടിലേക്ക് കയറി വരുമ്പോൾ ആദ്യം മുത്തശ്ശനും ആദർശം കയറുക, പിന്നെയാണ് അബി കുട്ടീനെയും കൊണ്ട് കയറുന്നത്. അപ്പോൾ ഇവരിങ്ങനെ നോക്കുകയാണ്, അല്ല ഇത് ആരുടെ കുട്ടി അബിയുടെ കയ്യിലിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ജലജ നോക്കുകയാണ്. അപ്പം പറഞ്ഞ പോലെ ശരിയാണല്ലോ, ഇതേതൊരു കുഞ്ഞ് കയ്യിൽ, ആരുടെ കുഞ്ഞാന്നൊക്കെ പറയാൻ. അപ്പോൾ ആദർശം മുത്തശ്ശനൊന്നും ഉണ്ടല്ല. അപ്പോൾ അങ്ങനെ ആ കുട്ടീനെയും കൊണ്ട് അവർ അകത്തേക്ക് വരികയാണ്. അപ്പോൾ പറയും, ഇതേതാ ഈ കുട്ടി എന്ന് നോക്കിയാണ്. അപ്പോൾ പറയും, ഈ കുട്ടി ഇനി ഇവിടുത്തെ കുട്ടിയാണെന്ന് അറിയാം. അപ്പോൾ പറഞ്ഞു ആദർശം. അപ്പോൾ പറയും, ഇവിടുത്തെ കുഞ്ഞു അതേ അറിയും. അപ്പോൾ എങ്ങനെ എന്താ കഥ എന്നപ്പോൾ പറഞ്ഞു കൊടുക്കണം. ഇങ്ങനെ അനർഘ പറഞ്ഞൊരു പെൺകുട്ടി എന്നെയാണ് വിളിച്ചത്, അവൾ എന്നെ വിളിച്ചു, ഞാൻ എന്നിട്ട് അങ്ങോട്ട് പോയി ആശുപത്രി പോയപ്പോഴേക്കും ആ കുട്ടി മരിച്ചു. ആ കുട്ടി അതിൻ്റെ കുഞ്ഞാണിത്. ഞങ്ങൾ വീട്ടിൽ പോയി കഴിഞ്ഞപ്പോൾ ആ കുഞ്ഞിനെ ഞങ്ങൾ ഏറ്റെടുത്തു. പക്ഷേ ആ കുട്ടി മരിക്കുന്നതിൻ്റെ മുന്നേ ഒരു കാര്യം പറഞ്ഞിരുന്നു. ഈ കുട്ടിയുടെ ആ കുട്ടിയുടെ അച്ഛൻ മറ്റേ അനന്തപുരി തറവാട്ടിലെ കൊച്ചുമോനാന്ന് പറഞ്ഞിരുന്നു എന്ന് പറയും. പക്ഷേ മുഴുവൻ കേൾക്കുന്നതിൻ്റെ മുന്നേ കുട്ടി മരിക്കുകയും ചെയ്തു എന്നറിയാം. അപ്പോൾ ആകെ എല്ലാവർക്കും ഒരു ഷോക്കാവുകയാണ്. അപ്പോൾ അബി പറയാം, അമ്മേ എൻ്റെയാണ് ഈ കുഞ്ഞ്, ഞാൻ പണ്ട് ഒരുപാട് മോശമായിട്ട് നടന്നിരുന്നതല്ലേ, അതിലെനിക്ക് അബദ്ധം പറ്റിയതാണ്, ഇതാണ് എൻ്റെ കുഞ്ഞാണ് എന്ന് പറയും. അപ്പോൾ പറയും, എന്നോട് ക്ഷമിക്കണം എന്നറിയും. അപ്പോൾ നയന പറയും, നവ്യച്ചി അല്ലെങ്കിലോ സുഖമില്ലാണ്ടിരിക്കുക, പ്രസവത്തിൻ്റെ ഡേറ്റ് ആയിട്ടിരിക്കുകയാണ്, അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇതും കൂടെ കേട്ട് കഴിഞ്ഞാൽ എന്താവും അവസ്ഥ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ പറയുക, നീ എന്തൊക്കെയാടാ ഈ പറയുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് ജലജ ദേഷ്യപ്പെടുക. നിനക്കിതെന്താ, നീ എന്ത് ഭ്രാന്താണ് ഈ പറയുന്നത് അറിയുമ്പോൾ, അമ്മ ഒന്നും പറയണ്ട, ഞാനെല്ലാം മുത്തശ്ശനോട് പറഞ്ഞിട്ടുണ്ട്, മുത്തശ്ശനറിയാം, ഇത് എൻ്റെ കുഞ്ഞാണ് എന്നൊക്കെ പറയും. അപ്പോൾ നവ്യയുടെ കുഞ്ഞ് വരുന്നതിന് മുന്നേ വേറൊരു ഒരു കുഞ്ഞാണെന്ന് വിചാരിച്ചാൽ മതി എന്നൊക്കെ പറയാണ്. എനിക്കിത് വിശ്വസിക്കാൻ പറ്റില്ല, കാര്യം നീ എന്തൊക്കെ തമ്മാടിത്തരം കാട്ടി പറഞ്ഞാലും ഇത് നിൻ്റെ അല്ല എന്നൊക്കെ പറഞ്ഞ് കുറേ ബഹളം വയ്ക്കുന്നുണ്ട്. അപ്പോൾ പറയും, ഇനിയൊന്നും പറയണ്ട, മുത്തശ്ശൻ പറയണം, ഇനിയൊന്നും പറയണ്ട, ഇത് ഇവിടുത്തെ കുഞ്ഞ്, അബിയുടെയൊന്നും പറയുന്നില്ല, ഇവിടുത്തെ കുഞ്ഞാണ്, ഈ കുഞ്ഞ് ഇവിടെ വളരും, അതിൻ്റെ അച്ഛൻ്റെ വീട്ടിലാണ് അത് വളരേണ്ടതെന്നറിയും. അപ്പോൾ പറയും, ഇത് ആരെങ്കിലും പറഞ്ഞറിയുകയാണെങ്കിൽ അതിനെ അനാഥാലയത്തിലാക്കായിരുന്നില്ലേ എന്നറിയും. അപ്പോൾ പറയും, അങ്ങനെ ചെയ്യാൻ പാടില്ല, നിന്നെ ഇതുപോലൊരു സാഹചര്യത്തിലാണ് നമ്മൾ എടുത്തുന്നത്, അതുകൊണ്ട് ആ കുഞ്ഞിനെ അനാഥാലയത്തിൽ വിടാൻ പാടില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ.
അങ്ങനെ അവിടുന്ന് പിന്നെ മുത്തശ്ശൻ പറയും ഇത് എൻ്റെ വാക്കാണ്, ഇതിനൊരു മാറ്റമില്ല ബദ്രി, നമ്മൾ ഇവളെ എടുത്തത് അങ്ങനെയല്ലേ, ഒരു വല്ലാത്ത സാഹചര്യത്തിലല്ലേ നമ്മൾ ഇവളെ ഏറ്റെടുത്തത്, അതുപോലെ നമ്മളൊരു കുഞ്ഞിനെയും കൂടി ഏറ്റെടുത്തു എന്ന് വിചാരിച്ചാൽ മതി പറയും. അപ്പോൾ പറയും അച്ഛാ അതിന് വേറെ എന്തെങ്കിലുമൊക്കെ വഴികളുണ്ടായിരുന്നു. ദേവയാനി പറയട്ടോ, വേറെ വല്ല വഴികളുണ്ടായിരുന്നില്ലേ നമുക്കെന്ന് പറയുമ്പോൾ ഒരു വഴിയില്ല, ഇനിയിപ്പോൾ അതതിൻ്റെ അച്ഛൻ്റെ വീട്ടിൽ തന്നെ നിൽക്കട്ടെ, നമ്മൾ തന്നെയാണ് പിന്നെ എടുക്കേണ്ടത് അറിയാം. അപ്പോൾ പറയും അബി സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ആദർശമൊന്നും മിണ്ടുന്നില്ലടാ, ആദർശം മിണ്ടാതെ നിൽക്കണേ. അപ്പോൾ പറയും സോഷ്യൽ മീഡിയക്കാർ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ ആകെ വഷളാവും, നമ്മളിതിൻ്റെ പിന്നാലെ നമ്മളത് അപ്പോൾ അവിടുന്ന് ഏറ്റെടുക്കാണ്ട് പോന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അത് പ്രശ്നമാവും എന്ന് പറയും. അപ്പോൾ അബി പറയും ഞങ്ങളവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവരുടെ ബന്ധുക്കാരും ഉണ്ടായിരുന്നു, ഞങ്ങൾ ശ്മശാനത്തിലൊക്കെ പോയിട്ടാണ് വരുന്നത്, അപ്പോൾ ആ ബന്ധുക്കാരുടെ ഞങ്ങൾ ഏറ്റെടുക്കാണ്ട് പോന്നിരുന്നെങ്കിൽ നമ്മളാകെ നാണം കെട്ടിരുന്നു എന്നൊക്കെ അങ്ങനെ പറയുവാണ് അബി. അപ്പോൾ പറയും ഇനിയിപ്പോൾ ഒന്നും നോക്കല്ല എന്നറിയും. അപ്പോൾ ആദർശ് നീ എന്താ ഒന്നും മിണ്ടാത്തത് ആദർശ് അറിയും. ആദർശ് ചോദിക്കും ഇപ്പോൾ മുത്തശ്ശനോട്. അപ്പോൾ മുത്തശ്ശൻ പറഞ്ഞൊക്കെ തന്നെയാണ് ശരി, ഞാനെന്താ വേറെ പറയാൻ, മുത്തശ്ശൻ പറഞ്ഞൊക്കെ തന്നെയാണ് ശരി എന്നൊക്കെ പറയും. അത് കഴിഞ്ഞിട്ട് മുത്തശ്ശൻ പറയും ഇനി ഒന്നും പറയണ്ട, ഈ കുഞ്ഞ് ഇവിടെ തന്നെ നിൽക്കും, വേറെ ഇനിയിപ്പോൾ അതിനെപ്പറ്റിയൊരു സംസാരം വേണ്ട അറിയും. മുത്തശ്ശന് വലിയ താല്പര്യമില്ലാത്ത പോലെ അങ്ങനെ സംസാരിച്ചിട്ട് മുത്തശ്ശനെ അങ്ങോട്ട് പോകും കേട്ടോ. അത് കഴിയുമ്പോൾ മുത്തശ്ശി പറയും പിന്നെ എന്താ അദ്ദേഹത്തിന് മറ്റേത് ഇങ്ങനത്തെ ഒരു സാഹചര്യം വരുമ്പോൾ ആരായാലും അടിച്ച് പുറത്താക്കേണ്ടതാണല്ലോ, പിന്നെ ഇതെന്താ അങ്ങനെ പറ്റിയതെന്ന് ചോദിക്കും. അപ്പോൾ പറയും കാരണം ആ കുട്ടിക്ക് ഇനി വേറെ പോകാനൊരു ഇടമല്ല, അതിൻ്റെ അച്ഛൻ വീട്ടിലല്ലേ നിൽക്കണം, പിന്നെ അമ്മയില്ലാത്ത സ്ഥിതിക്ക് നമ്മൾ വേണം അമ്മയുടെ സ്ഥാനത്ത് നമ്മളിവിടെ ഉള്ളവർ വേണം ആ കുട്ടിയെ നന്നായി വളർത്താൻ എന്നൊക്കെ പറയുന്നുണ്ട് മുത്തശ്ശി. അത് കഴിഞ്ഞിട്ടാണ് മുത്തശ്ശൻ പോണത്. അതിൽ അബിയുടെ അടുത്ത് പോയിട്ട് കുഞ്ഞിനെ എടുക്കുകയാണ്, ദേവയാനി എടുത്തുകൊണ്ടിരുന്നത് നല്ലൊരു മോള് എന്നൊക്കെ പറഞ്ഞ് ഉമ്മയൊക്കെ കൊടുക്കണം. അപ്പോൾ ആ മുത്തശ്ശിയും പറയും നല്ലൊരു കുഞ്ഞല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അവർ. അപ്പോൾ അവർക്ക് കുട്ടിയെ ഇഷ്ടമായി. അപ്പോൾ പിന്നെ ആദർശേട്ടൻ എന്താ പറയുന്നത്, ഞാനെന്താ പറയുക, ജലജ പറയും നീയല്ലേ ഈ കമ്പനി വീടൊക്കെ ഭരിക്കുന്നത് നീയല്ലേ, അപ്പോൾ നിനക്കൊരു അഭിപ്രായം പറയാനില്ലേ എന്നറിയും. മുത്തശ്ശൻ പറഞ്ഞ അഭിപ്രായം തന്നെ എനിക്കുള്ളൂ, അല്ലാണ്ട് ഞാനെന്ത് അഭിപ്രായം പറയാനായിട്ട് ആദർശം പോകും. അത് കഴിഞ്ഞിട്ട് അബിങ്ങനെ നിൽക്കുകയാണ് എന്ത് ചെയ്യണമെന്നറിയാം. ഇപ്പോൾ നവ്യേച്ചി എന്താ, നവ്യേച്ചിയോട് നമ്മൾ എന്ത് പറയും, നവ്യേച്ചിയുടെ ഡെലിവറി അടുത്ത ഈ സമയത്ത് നമ്മൾ എന്താ പറയുക നവ്യേച്ചിയോട് എന്നങ്ങനെ നയനങ്ങനെ പറയാൻ കേട്ടോ. അത് കഴിഞ്ഞ് അബി പോവും, അബീൻ്റെ പിന്നാലെ ജലജ ചെന്നിട്ട് പറയും നിൽക്കട അവിടെ എന്നറിയും. അപ്പോൾ പറയും പിന്നെ നീ എന്താ ഈ കാണിച്ചിരിക്കുന്നത്, നീ തല്ലിപ്പൊളിയായിട്ട് നടന്നത്, നിനക്ക് ഒരുപാട് പെൺകുട്ടികളായിട്ടും ബന്ധമുള്ളതൊക്കെ എനിക്കറിയായിരുന്നു, പക്ഷേ എന്ത് പണി ഇപ്പം നീ കാണിച്ചു വെച്ചത് എന്നൊക്കെ ചോദിച്ചിരിക്കുക. പറയും അമ്മ എനിക്കൊന്നും പറയാനില്ല, അപ്പോൾ എല്ലാം പറഞ്ഞു കഴിഞ്ഞല്ലേ പിന്നെ എന്തിനാ അമ്മ ഇതിനെപ്പറ്റി സംസാരിക്കുന്നത്, ഇനി എനിക്കൊന്നും പറയാനില്ല എന്നങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോൾ പറയും നീ ഇതിലും ഭേദം നീ എന്നെ കൊല്ലുകയായിരുന്നു നല്ലത്, നീ എന്നെ പച്ചയ്ക്ക് കത്തിക്കായിരുന്നു നല്ലത്, ഇങ്ങനെയൊക്കെ ചെയ്യണേക്കാട്ടില്ല, അമ്മ ഇനി ഒന്നും അധികമൊന്നും സംസാരിക്കണ്ട എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ പറയുക നീ എന്താടാ ഇങ്ങനെ, നിന്നെക്കൊണ്ട് എന്നെ സങ്കടം മാത്രമേ ഉള്ളൂ എനിക്ക്, ഇതാണെന്നൊക്കെ പറഞ്ഞ് കുറേ കരയാണ്. അപ്പോൾ അമ്മ വേറെ എനിക്കിതിലൊന്നും ചെയ്യാൻ നിവർത്തിയില്ല, അവസാനത്തെ തീരുമാനമാണിത്, വേറെ എനിക്കിതിലൊന്നും ചെയ്യാൻ നിവർത്തിയില്ല എന്നിങ്ങനെ അബി പറയും. അപ്പോൾ പറയും അങ്ങനെയൊക്കെയാണ് ചെയ്തത്. അപ്പം കാറിൽ വന്നുകൊണ്ടിരിക്കുകയാണ് വീട്ടിൽ കാറിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് അപ്പോൾ അബിയാണ് ഈ ചിന്തിച്ച് കൂട്ടിയുണ്ടാക്കിയത് മുഴുവൻ, അല്ലാതെ അത് റിയലല്ല. അബി ഇങ്ങനെയൊക്കെയോ ഇപ്പോൾ സംഭവിക്കാൻ പോണത് വീട്ടിലേക്ക് എത്തുമ്പോൾ എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കുകയാണ്. അപ്പോൾ കാണാം, അപ്പോൾ പറയും പിന്നെ നിനക്ക് എന്താടാ, അപ്പോൾ ആദർശം പിന്നെ ഇങ്ങനെ സംസാരിക്കുക. അപ്പോൾ പറയും പിന്നെ നിനക്ക് നല്ല വിഷമമുണ്ടല്ലേ എന്നറിയുമ്പോൾ കുഴപ്പമില്ല ഏട്ടാ അറിയുമ്പോൾ നവ്യ പിന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം, എനിക്ക് ഹോസ്പിറ്റലിൽ പോകണം, ഡെലിവറി ആവായിട്ടുണ്ട് തോന്നുന്നു, വിളിച്ചിട്ടുണ്ടായിരുന്നു എന്നറിയും. അപ്പോൾ നിനക്ക് നല്ല വിഷമമുണ്ടല്ലേ എന്നൊക്കെയാണ്. അപ്പോൾ പറയും എന്നറിയും. അപ്പോഴേക്കും കാണാൻ ഒരു ഫോൺ വരുന്നു. അപ്പോൾ ഫോൺ വരുമ്പോൾ ആദർശം എടുക്കുകയാണ് ഫോൺ. അപ്പോൾ ഓക്കെ ശരി എന്നറിയും. അപ്പോൾ ഫോൺ വയ്ക്കുക. അപ്പോൾ അറിയാം എന്നേടാ നമുക്ക് അനഘയെ കൊണ്ടുവന്ന ഹോസ്പിറ്റലിലേക്ക് RCMക്ക് തന്നെ തിരിച്ച് പോകണം പെട്ടെന്ന് എന്ന് പറയണേ. അപ്പോൾ ഇവന് വെപ്രാളവ് എന്തായിട്ടോ നോക്കുമ്പോൾ അതവിടെ ചെന്നിട്ട് പറയാമെന്നറിയാം. മുത്തശ്ശനുണ്ട് കാറിൽ, 3 ആളും കൂടെ. പിന്നെ തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോഴാണ് പിന്നെ ഫോൺ വരുന്നത്. അങ്ങനെ വേഗം കാറ് വീട്ടിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഹോസ്പിറ്റലിലേക്ക് എത്തും. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന സമയത്ത് ഗുണ്ടകൾ 2 ആളുണ്ടല്ലോ, അബി ഏർപ്പാടാക്കി 2 പേര് അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ കുഞ്ഞിൻ്റെ അടുത്ത് ഇറങ്ങുമ്പോൾ പറയും മോള് വേണ്ട, മോള് കാറിൽ തന്നെ ഇരുന്നോട്ടെ അറിയാം. അങ്ങനെ കുഞ്ഞിനെ കാറിൽ ഇരുത്തിയിട്ട് ഇവർ വരികയാണ്. അപ്പോൾ പറയും എന്താ അത് വയ്ക്കുമ്പോൾ അറിയില്ല, എന്താ സംഭവം എന്നറിയില്ല എന്നറിയും. അങ്ങനെ ഒരു വേഗം ICUലേക്ക് പോവുകയാണ്. അപ്പോൾ അബി ചെന്നിട്ട് ആ ഗുണ്ടകളോടൊക്കെ എന്താ പ്രശ്നം വയ്ക്കുമ്പോൾ നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയില്ലേ, നിങ്ങൾ പോയതിൻ്റെ ഇടയ്ക്ക് അനഘയുടെ കാലിനൊരു ചലനം
കാലൊന്ന് ഇളകി എന്ന് പറയും. കാലിളകിയോ? അപ്പോൾ അവൾ മരിച്ചിട്ടില്ലേ എന്ന് വയ്ക്കും. ഇല്ല, മരിച്ചിട്ടില്ല. അപ്പോൾ തന്നെ എല്ലാവരും അപ്പോഴേക്കും അവളുടെ കുറച്ച് ബന്ധുക്കൾ വന്നിട്ടുണ്ടായിരുന്നു അവിടെ വീട്ടിൽ. അപ്പോൾ അവരൊക്കെ കൂടെയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്തത് എന്ന് പറയും. അയ്യോ, ആകെ പ്രശ്നമായല്ലോ, ഇനിയിപ്പോൾ എന്താ ചെയ്യുക അറിയുമ്പോൾ എന്താ ചെയ്യാമെന്നറിയില്ല എന്ന് പറയും. ശരി, ഞാനൊന്ന് പോയി നോക്കട്ടെ എന്ന് പറയും. അങ്ങനെ വേഗം ഐസിയുവിൻ്റെ മുന്നിൽ മുത്തശ്ശനും ഉണ്ടാവും, പിന്നെ ആദർശം നിൽക്കുന്നുണ്ടാവും. അങ്ങനെ വേഗം ഐസിയുവിൻ്റെ മുന്നിലേക്ക് ചെല്ലുകയാണ്. അത് ഐസിയുവിൻ്റെ മുന്നിലേക്ക് ചെല്ലുമ്പോഴേക്കും ഡോക്ടർ ഇറങ്ങിയിട്ട് വരും. ഡോക്ടറാണ് ഐസിയിൽ നിന്ന് വരുമ്പോൾ പറയും, സാർ ഡോക്ടർ എന്ത് അത്ഭുതമായി സംഭവിക്കണം? അതേ, ഒരു അത്ഭുതമാണ് സംഭവിച്ചത്. ആ കുട്ടിയുടെ കാലിളകി അറിയാം. അപ്പോൾ പറയും, എനിക്ക് കാരണം നേരത്തെ കുട്ടിയോട് ഒന്നും ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റില്ല, എനിക്ക് ചില കാര്യങ്ങൾ ചോദിക്കണം എന്നുണ്ടായിരുന്നു എന്നറിയും. പക്ഷെ അതൊന്നും നടക്കില്ല സാർ, കാരണം ആ കുട്ടിക്ക് പിന്നെ ഇങ്ങനെ ജീവൻ ഉണ്ടെന്നുള്ളൂ, പക്ഷേ കഴുത്തിന് താഴെ മൊത്തം തളർന്നു പോയിരിക്കുക, കോമയിലായി പോയി എന്ന് പറയും. അപ്പോൾ പറയും, അപ്പോൾ ഇനി വയ്ക്കും ഒരു പക്ഷേ ഈ കുട്ടി ജീവനോടെ കുറച്ച് നാൾ ഉണ്ടാവുമായിരിക്കും, അല്ലെങ്കിൽ ഇനിയിപ്പോൾ ജീവനുള്ളിടത്തോളം കാലം ഈ കോമയിൽ തന്നെ കിടക്കണം എന്ന് പറയും. അപ്പോൾ ഇനിയിപ്പോൾ ഒന്നും സംസാരിക്കുമ്പോൾ ഇല്ല, ഒന്നും സംസാരിക്കില്ല, സംസാരശേഷിയും പോയിരിക്കുന്നു. ഇങ്ങനെ ജീവനോടെ അങ്ങനെ കണ്ണും തുറന്ന് കിടക്കുന്നല്ലാണ്ട് ആ കുട്ടി ഇനി ആ കുട്ടിയെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല എന്നിങ്ങനെ പറയുകയാണ്. കാരണം ആ കുട്ടിയുടെ ജീവിതം അങ്ങനെയായി പോയി എന്ന് പറയാണ്. കാരണം ഇനി മരിക്കണവരെ ഈ കുട്ടി അങ്ങനെ കിടക്കും. പിന്നെ അല്ലെങ്കിൽ വല്ല മിറാക്കിൾ സംഭവിക്കുക എന്തോ അറിയില്ല. അപ്പം അങ്ങനെ മുത്തശ്ശനും ആകെ അന്തം വിട്ട് നിൽക്കുകയാണ്. ഇതിപ്പോൾ എന്താ സംഭവിച്ചതെന്ന് ആർക്കും മനസ്സിലാവില്ല. അപ്പോൾ ആദർശം പറയുകയാണ്, ഡോക്ടർ ഒരു വഴിയില്ല സംസാരിക്കാൻ നിൽക്കുമ്പോൾ. ഇല്ല, ഒരു വഴിയില്ല സംസാരിക്കാൻ. കാരണം എന്താ വെച്ചാൽ അങ്ങനെയാണ് പറയും, ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ ആ കുട്ടിയുടെ അടുത്ത് കയ്യിൽ നിന്ന് അറിയണം എന്നുണ്ടായിരുന്നു പറയും. പക്ഷേ അതുകൊണ്ട് അങ്ങനെ അതിനിപ്പോൾ ഒരു രക്ഷയില്ല എന്ന് പറയുന്നത് ഡോക്ടർ അവസാനമായിട്ട് തന്നെ പറയണ ഒരു രക്ഷയില്ല. അപ്പോഴേക്കും അബിക്ക് സന്തോഷമാവും. അബിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ഇനിയിപ്പോൾ ഒന്നും അവൾ പറയില്ലല്ലോ, അതുകൊണ്ട് അബി ആകെ ഹാപ്പി ആയിട്ടിരിക്കണം. അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ പത്രമാറ്റിൻ്റെ കഥ മാറിയിരിക്കുന്നത്. ഇനി അറിയില്ല സത്യാവസ്ഥ. പിന്നെ ബന്ധുക്കൾക്കൊക്കെ കുറേ പേർക്കൊക്കെ അറിയാം ആദർശല്ല അബിയാണ് കുഞ്ഞിൻ്റെ അച്ഛൻ എന്നുള്ളത്. ബന്ധുക്കൾക്ക് കുറേ അറിയാം. അങ്ങനെയാണ് അവൾ അവിടുന്ന് ഗൾഫിക്കൊക്കെ പോണത്. എന്തായാലും നമുക്ക് നോക്കാം എന്താണ് ഇനി അടുത്ത ദിവസം വരുന്നത് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഒരു മിസ് ചെയ്യാണ്ട് കാണുക. അതുപോലെ രാധാസ്വാമി കിച്ചൻ ആദ്യമായിട്ട് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊക്കെ അമർത്തുന്ന ലൈക്കൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. എല്ലാവരുടെയും സ്വപ്നങ്ങളും ഒക്കെ സാക്ഷാത്കരിക്കട്ടെ. ഭഗവാന്റെ കൃപയോടുകൂടി എല്ലാം നടക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ. താങ്ക് യു.